മരുഭൂമി കൊണ്ടുപോയിട്ട് അവളോട് കൃത്യമായിട്ട്. അപ്പം എന്തിനാ മരുഭൂമി കൊണ്ടുവന്നേ? കർത്താവിൻ്റെ ഹൃദയം പകരാനാ. ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, മലയാളം അറിയാവുന്നവരാണല്ലോ, ഈ വശീകരണം എന്നുള്ള വാക്ക് നല്ല വാക്കാണോ? ആണോ? ഞാൻ കേട്ടിട്ടുണ്ട് ആരാടീ നിന്നെ വശീകരിച്ചെന്നൊക്കെ പറയുന്നത്. പക്ഷേ നല്ലൊരു വാക്കല്ല. പക്ഷെ അവിടെ കൃത്യമായിട്ട് ഹോഷയെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് അതാ, വശീകരിച്ചെന്നുള്ള വാക്ക്. അർത്ഥം എന്നറിയാം. അപ്പം നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ കൊണ്ടുവരാൻ വേണ്ടി ഒന്നാമതെടുക്കുന്ന ശ്രമം സ്നേഹമാണ്. സ്നേഹിച്ച് എന്ത് വേണമെങ്കിലും കൊടുക്കും. എന്തിനാ? എങ്ങനെയും പൊട്ടെന്ന് വിചാരിച്ചാണോ? അല്ല, നമ്മൾ ആഗ്രഹിക്കുന്ന രീതി നമ്മുടെ കുഞ്ഞാവണം, അതിനുവേണ്ടിയല്ലേ. അതുകൊണ്ട് നടന്നില്ലെങ്കിൽ പിന്നെ എന്തോ ചെയ്യും? തല്ലി. ഇവിടെ തല്ലാൻ പറ്റത്തില്ല, നമ്മളൊക്കെ ഇഷ്ടം പോലെ കൊണ്ടിട്ടുള്ള. എന്തിനാ? കൊല്ലാനാ? അല്ല, ഞങ്ങൾ ഇന്നലെ ജെയിംസ് ഞങ്ങൾ പറഞ്ഞു, പണ്ടത്തെ ടീച്ചർമാരെ കാണുമ്പോൾ ഒരു ബഹുമാന. എന്നെ കുരുത്തക്കേട് കൊണ്ട് അങ്ങ് എടുത്ത് പുറത്ത് കളഞ്ഞ അതുപോലെ സഹിക്കാൻ വയ്യ. പക്ഷെ അതെന്ത് ചെയ്താലും നമുക്കൊരു ബഹുമാനം. എന്നെ കൊല്ലാനല്ല സാറ് ചെയ്തേ, നന്നാവാനാ. ഞാൻ ചോദിച്ചോട്ടെ, സ്നേഹിച്ചിട്ട് നടന്നില്ല, തല്ലിയിട്ട് നടന്നില്ല, പിന്നെ അവൻ എന്തോ ചെയ്യാൻ പറ്റും? പോകുന്ന വഴി പോട്ടെന്ന് വിചാരിക്കും. ചില പിള്ളേരുണ്ട്, അടിക്കാൻ തുടങ്ങുമ്പോൾ തീരെ ആടി, അവനെ എന്തോ ചെയ്യും? അവൻ്റെ അർത്ഥം ചിന്തിച്ചോണ്ട് അവനെ അടിച്ചിട്ട് ഒരു ഗുണവും ഇല്ല. പക്ഷേ ഇസ്രായേൽ മക്കളുടെ കാര്യത്തിൽ അങ്ങനെ സ്നേഹിച്ചു നോക്കി, രക്ഷയില്ല. നല്ല തല്ലി എന്നിട്ട് രക്ഷയില്ല. നമ്മളാണെങ്കിൽ പോകുന്ന വഴി പോട്ടെന്ന് നോക്കും. പക്ഷെ കർത്താവ് ഒരു മൂന്നാമതൊരു വഴി തിരഞ്ഞെടുത്തു, വശീകരണം. ഇഷ്ടമില്ല, എന്നിട്ട് മനസ്സ് പിടിച്ചിട്ട് കൊണ്ടുവന്നു. എന്തിനാ? ഹൃദയം തുറന്ന് സംസാരിക്കാൻ. ഇന്ന് രാത്രി എൻ്റെ അനുഭവം വേദവസ് ഉയർത്തി ഞാൻ പറയാം. ഞാൻ ആഗ്രഹിച്ചകത്ത് വന്നതല്ല, ഇഷ്ടമില്ലാഞ്ഞിട്ട് കുതറി മാറിയപ്പോഴും വശീകരിച്ചകത്ത് കൊണ്ടുവന്ന് ഇരുത്തിയതാ എന്നെ. ഇന്ന് രാത്രി വചനം കേൾക്കാൻ കടന്നു വന്ന സഹോദരങ്ങളെ, ഒരുപക്ഷെ ഈ യോഗത്തിന് വരാൻ ഇഷ്ടമില്ലായിരിക്കാം, പക്ഷെ വശീകരിച്ച് കൊണ്ടുവന്ന് ഇവിടെ ഇരുത്തിയത് കർത്താവിന് ചിലത് പങ്കുവെക്കാനാണ്. ഇന്ന് രാത്രി ഞങ്ങൾ സംസാരിക്കുന്ന വാക്ക് നിങ്ങൾ കേൾക്കണ്ട, പക്ഷേ കർത്താവിൻ്റെ വചനം എനിക്കൊന്ന് കേൾക്കണേ എന്ന് ഇന്ന് രാത്രി ആഗ്രഹിക്കുന്ന ദൈവമക്കൾക്കായിട്ട് ദൈവത്തിന് സ്തോത്രം.